എക്സ്ക്ലൂസീവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കിഴക്കുതിക്കും ഭീമ ഇപ്പോൾ തൊടുപുഴയിലും. ചെട്ടിപ്പറമ്പിൽ കാർ ആൻഡ് ബൈക്ക് ആക്സസറീസ്, മൂവാറ്റുപുഴ റോഡ്, വെങ്ങല്ലൂർ, തൊടുപുഴ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. സിറാമിക് സെന്റർ, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ, തൊടുപുഴ. പാദങ്ങൾ പുറത്തു കാട്ടൂ ആത്മവിശ്വാസത്തോടെ. ലൂണാസ്, പാദങ്ങൾക്കുമുണ്ട് മോഹങ്ങൾ. അന്തർദേശീയ നിലവാരമുള്ള കാർഷിക ഉപകരണങ്ങളുടെയും ക്ഷീരോത്പാദനോപാധികളുടെയും വിപുലമായ ശേഖരം തൊടുപുഴയിലും. കാഡ്ഫ ഡയറി ഇൻപുട്ട് സെന്റർ, കാഡ്സ് ഓപ്പൺ മാർക്കറ്റ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. 916 സ്വർണ്ണാഭരണങ്ങൾ, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. പൂപോലെ ഇഡ്ലി, ഹാവൽസ് മിക്സർ ഗ്രൈൻഡർ. ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് ടെക്നീഷ്യൻസ് സഹകരണ സംഘം, മാരിയൽ ടവർ, സിവിൽ സ്റ്റേഷൻ എതിർവശം, തൊടുപുഴ. ഇലക്ട്രോണിക്സ് നിയർ KCB സബ്സ്റ്റേഷൻ, മണക്കാട് റോഡ്, തൊടുപുഴ. തൊടുപുഴ ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ICU ആംബുലൻസ്. നമ്പർ 1 ഇൻ റിസർച്ച്, നമ്പർ 1 ഇൻ ക്വാളിറ്റി. ആരോഗ്യരക്ഷയ്ക്ക് നാഗാർജുന. കേരള NGO അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 12 മുതൽ 14 വരെ തൊടുപുഴയിൽ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. ജലനിധി പദ്ധതിയുടെ 2ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം അടിമാലിയിൽ മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. പാചകവാതക ക്ഷാമം, പ്രതിഷേധം ശക്തമാകുന്നു. DYFI പ്രവർത്തകരും BJP പ്രവർത്തകരും ഗ്യാസ് ഏജൻസി ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടത്തി. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയവും പരിസരവും ജീവനക്കാർ ചേർന്ന് ശുചീകരിച്ചു. വാർഡ് കൌൺസിലർ NG ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഊർജ്ജ സംരക്ഷണത്തിന് പുതിയ ചുവടുമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ വിദ്യാർത്ഥികൾ. അറക്കുളം AKG കോളനി സ്വദേശികളായ ക്യാൻസർ രോഗികളായ ദമ്പതികൾ സുമനസുകളുടെ കാരുണ്യം തേടുന്നു. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള തൊടുപുഴ ബ്ലോക്ക് ക്ഷീരസംഗമം ഒക്ടോബർ 6-ന് അരിക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടക്കും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ജലനിധിയുടെ 2ാം ഘട്ടമായി ജലവിഭവ വകുപ്പ് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 8 ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പാക്കുന്ന കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതി അടിമാലിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലോകബാങ്കിന്റെ ധനസഹായവും സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ജനകീയ സമിതികളുടെയും പങ്കാളിത്തവും ഉറപ്പാക്കിയാണ് കാന്തല്ലൂർ, മറയൂർ, വട്ടവട, ഇടമലക്കുടി, മാങ്കുളം, അടിമാലി, വെള്ളിയമറ്റം, അറക്കുളം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. S. രാജേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. വാട്ടർ സെക്യൂരിറ്റി പ്ലാൻ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ T. ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. KRWSA എക്സിക്യൂട്ടീവ് ഡയറക്ടർ MG രാജമാണിക്യം പദ്ധതി വിശദീകരണം നടത്തി. ജലനിധി ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് അലസ് കോഴിമല, MP ആന്റണി, വഴിത്തല ശാന്തിഗിരി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം ഫിലിം ക്ലബ്ബുമായി ചേർന്ന് ത്രിദിന ചലച്ചിത്ര പഠന ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 5, 6, 7 തീയതികളിൽ നടക്കുന്ന ക്യാമ്പ് തിരക്കഥകൃത്ത് P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തിലകൻ അനുസ്മരണവും മുല്ലപ്പെരിയാർ ഡോക്യുമെന്ററി പ്രദർശനവും നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 40 വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്.
അനീഷ് ഉറുമ്പിൽ, ആൻഡ്രീസ സാബു, റിൻഡി ജോസ്, MG കമൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളുടെ കോളേജിൽ ത്രിദിന ചലച്ചിത്ര പഠന ക്യാമ്പ് ഒക്ടോബർ 5, 6, 7 തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ്. ഇപ്പോൾ ശാന്തിഗിരി കോളേജിൽ ഫിലിം ക്ലബ്ബുണ്ട്. ഫിലിം ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രസക്തി, സമകാലിക വിഷയങ്ങളെ, ജനങ്ങൾക്ക് മുന്നിലൊരു വിഷയങ്ങളെ ഒരു ബോധവൽക്കരണം, ഹ്രസ്വ ചിത്രങ്ങളിലൂടെ ബോധവൽക്കരണം നടത്തി സമൂഹത്തിനൊരു സന്ദേശവും നൽകുക. DYFI നേതൃത്വത്തിൽ മുതലക്കോടം സാഹിബ് ഗ്യാസ് ഏജൻസിയിലേക്ക് മാർച്ച് നടത്തി. ഗ്യാസ് പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും അവസാനിപ്പിക്കുക, ഗ്യാസ് വിതരണം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് G ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് VB ദിലീപ് കുമാർ, KM സലാം, ഷിംനാസ്, പ്രവീൺ വാസു, പ്രശോഭ്, VA സുധീർ, നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്ങാട്ടുകവളിൽ നിന്നും ആരംഭിച്ച മാർച്ച് സാഹിബ് ഏജൻസിയിലെത്തിയപ്പോൾ അക്രമാസക്തമായി. പ്രതിഷേധ മാർച്ച് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ലാത്ത ക്ഷാമവും ഇല്ലാത്ത നിയമങ്ങളും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കായ വീട്ടമ്മമാർ പൊട്ടിക്കറിയുമ്പോൾ മാറ്റിപ്പായിക്കുന്ന സാഹിബ് ഗ്യാസിന്റെ ധിക്കാരപരമായ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ച് ഇതാ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധ ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഓരോ കവലകളിലും ഡിവൈഎഫ്ഐയുടെ രൂക്ഷമായ പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ ഒളമറ്റത്തെ ജിയോ ഗ്യാസ് ഏജൻസിയിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി PC സാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് PB ചന്ദ്രശേഖരൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിനു കൈമൾ, PR വിനോദ്, TS രാജൻ, CC കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗ്യാസ് വിതരണത്തിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI നേതൃത്വത്തിൽ ഒളമറ്റം ജിയോ ഗ്യാസ് ഏജൻസിയിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് G ഗോപകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് VB ദിലീപ് കുമാർ, KM സലാം, ഷിംനാസ്, പ്രവീൺ വാസു, പ്രശോഭ്, VA സുധീർ, നിഷാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP നേതൃത്വത്തിൽ ഒളമറ്റം ജിയോ ഗ്യാസ് ഏജൻസിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകർ തൊടുപുഴ മൂലമറ്റം റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ പിരിച്ചുവിട്ടു. അമൂല്യ നാണയ ശേഖര വിസ്മയമായി എത്തിയ സെബാസ്റ്റ്യൻ മാത്യു ശ്രദ്ധേയനായി. മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിലാണ് കടഞ്ഞാട് സ്വദേശി സെബാസ്റ്റ്യന്റെ അപൂർവ ശേഖരങ്ങളുടെ പ്രദർശനം നടന്നത്. നാണയത്തിനു പുറമെ ഓരോ രാജ്യങ്ങളുടെയും കറൻസികളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഭാരതത്തിന്റെ ആദ്യകാല ₹1 നോട്ട് മുതൽ 50,000 കോടി ദിനാർ വില മതിക്കുന്ന യൂഗോസ്ലാവിയൻ ദിനാർ വരെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും.
കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിലിസൺ ജോൺ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പ്രദർശനം കാണുവാനെത്തിയിരുന്നു. 22 വർഷം മുമ്പ് തുടങ്ങിയ നാണയശേഖരണം സെബാസ്റ്റ്യൻ ഇപ്പോഴും തുടരുകയാണ്. ഇതിനോടകം 1600-ലേറെ വിദ്യാലയങ്ങളിലും 60ഓളം കോളേജുകളിലും പ്രദർശനം നടത്തിയിട്ടുണ്ട്. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. എനർജി കൺസർവേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ശശി മറ്റത്തിൽ ക്ലാസ് എടുത്തു. സ്നേബി മാത്യു, ഗോകുൽ എസ്റ്റാഷ് എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 100 അല്ലെങ്കിൽ 100 വാട്ട് ഒരു മിനിറ്റിനാണെങ്കിൽ അപ്പോൾ ഇത് എത്ര എടുക്കുന്നുണ്ട്? അപ്പൊ 70 വാട്ട് നമ്മൾ കൂടുതൽ എടുക്കുക. ക്യാൻസർ രോഗികളായ ദമ്പതികൾ സുമനസ്സുകളിലെ കാരുണ്യം തേടുന്നു. അറക്കുളം AKG കോളനി കാലായിൽ രവി, ശാന്ത ദമ്പതികളാണ് ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുന്നത്. ക്യാൻസർ രോഗികളായ ദമ്പതികൾ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. അറക്കുളം AKG കോളനി കാലായിൽ രവി, ശാന്ത ദമ്പതികളാണ് ക്യാൻസർ രോഗം മൂലം ബുദ്ധിമുട്ടുന്നത്. 3 വർഷം മുമ്പാണ് ശാന്തയ്ക്ക് ഗർഭപാത്രത്തിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തുന്നത്. 4 മാസം മുമ്പ് ഭർത്താവ് രവിക്കും നട്ടെല്ലിന് ക്യാൻസർ ഉള്ളതായി കണ്ടെത്തി. ഇങ്ങനെ വയറിങ്ങനെ വീർത്ത് വരുമായിരുന്നു. അപ്പം എനിക്ക് കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഇരുന്നിട്ട് എഴുന്നേക്കാൻ വയ്യ, ഇങ്ങനത്തെ ഉള്ള അവസ്ഥയൊക്കെ. അപ്പോൾ അങ്ങനെ കാരിക്കോടി വന്നപ്പോഴവർ പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇവിടം കൊണ്ട് പറ്റില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി സിൽസിലിയമ്മ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു ഞാൻ. ഇപ്പോൾ തൊടുപുഴ ബ്ലോക്ക് ക്ഷീരസംഗമം ഒക്ടോബർ 6 ശനിയാഴ്ച അരിക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടത്തുമെന്ന് ക്ഷീരസംഘം ചെയർമാൻ ജോസ് മാത്യു താനത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകളി പ്രദർശനം, ക്ഷീരവികസന സെമിനാർ, ഡയറി ക്വിസ്, പൊതുസമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടത്തും. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. PT തോമസ് MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മണക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ജോസഫ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B സഞ്ജീവ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ബ്ലോക്ക് ക്ഷീരോത്സവം ക്ഷീരസംഗമം 2012-2013 ഈ വർഷം അരിക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വെച്ചാണ് വിപുലമായ പരിപാടികളോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. കന്നുകാലി പ്രദർശനവും ക്ഷീരവികസന സെമിനാറും ഡയറി ക്വിസും പൊതുസമ്മേളനവും അതുപോലെ തന്നെ ഒരു 150ഓളം പശുക്കളും കന്നുകുട്ടികളും കിടാരികളും. ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാന സംഭവമായി മാറും വിധം തൊടുപുഴയിലെ പാർട്ടി ആസ്ഥാന മന്ദിരമായ രാജീവ് ഭവൻ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്ന് DCC പ്രസിഡന്റ് റോയ് K പൗലോസ് പറഞ്ഞു. ഒക്ടോബർ 14 രാവിലെ 11 KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രാജീവ് ഭവൻ നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CP മാത്യു, ജോൺ നെടിയപാല, അഡ്വക്കേറ്റ് S അശോകൻ, KV സിദ്ധാർത്ഥൻ, PS ചന്ദ്രശേഖരപിള്ള, NA ബെന്നി, N രവീന്ദ്രൻ, ലീലമ്മ ജോസ്, KM ഷാജഹാൻ, PC ജയൻ, ജാഫർ ഖാൻ മുഹമ്മദ്, KK തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ പൂർണ്ണമായിട്ടും ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ നിലയിൽ ഒരു കെട്ടിടം പൂർത്തിയാക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂർ മുട്ടം ശാഖ മാനേജർ പെരുമ്പള്ളിച്ചിറക്കുന്നിൽ KA ബാബുവിന്റെ ഭാര്യ മായ സെബാസ്റ്റ്യൻ നിര്യാതയായി. 40 വയസ്സായിരുന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിരുന്നു. പെരുമ്പള്ളിച്ചിറ മഞ്ചപ്പിള്ളി പരേതനായ MO ദേവസിയുടെ മകളാണ്. ഏകമകൾ മരിയ ബാബു തൊടുപുഴ ജയറാണി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. മാതാവ് മേഴ്സി വെള്ളിരിങ്ങാട്ട് കുടുംബാംഗമാണ്. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും. സ്നേഹം കൊണ്ട്, സൗഹൃദം കൊണ്ട്, തുറവി കൊണ്ട് ഈ സ്ഥാപനത്തെയും കണ്ടുമുട്ടിയവരെയൊക്കെ സ്വന്തമാക്കിയ കീഴടക്കിയ നല്ലൊരു അധ്യാപികമായ ടീച്ചർ നമ്മോട് വിട പറയുകയാണ്. തന്റെ ജോലി ഏറ്റവും മനോഹരമായിട്ട്